തിരിച്ചടിക്കും കത്തായോ ഓ പുല്ലേ പോടാ പുല്ലേ പോലീസേ തിരിച്ചടിക്കും കത്തായോ പുള്ളിനെ ഫോക്കസ് നല്ലത് ഇത് പെട്ടെന്ന് എനിക്ക് നല്ലത് അതെ നമ്മളെ പിടിച്ചില്ലേ
അപ്പൊ എന്തോ ഒരു അസ്വസ്ഥ ഉണ്ടല്ലോ. അത് ആ അവിടെ ചാർജുണ്ടോ? അവിടെ സെറ്റ് ആള് മൈക്കെടുക്കാൻ ഇവിടെ
ഹലോ ഹലോ പ്രിയങ്കരനായ VM സുധീരൻ, KSU വിമൽ വിമൽ മുദ്രാവാക്യം ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പ്രസാദ് ഗോകുൽ യൂത്ത് കോൺഗ്രസ് പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ ഈ പ്രതിഷേധത്തെ അഭിസംബോധന നടത്തിയിരിക്കുന്നു. നമുക്ക് പ്രതിഷേധമാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അത് ദയവായി എല്ലാവരും ഇതിന് മുന്നിലേക്ക് വരിക. ദയവ് ചെയ്ത് മുഴുവൻ ആളുകളും ഈ VM സുധീരൻ നിൽക്കുന്നതിന് മുന്നിൽ വന്ന് നിൽക്കുക. ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷനായി, പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ ജോസ് വള്ളൂരിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, ഏറെ ബഹുമാനായ നമ്മുടെ MP ശ്രീ TN പ്രതാപൻ, പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ, KSU നേതാക്കളെ, നല്ലവരായ സഹപ്രവർത്തകന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരളത്തിലെ പോലീസും DYFIയുടെ ഗുണ്ടകളും കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടുന്നത്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഭീകരമായി തല്ലിച്ചതയ്ക്കുന്നത്, ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് DYFIക്കാരും SFIക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ മുന്നോട്ട് പോകുകയാണ്. നവകേരള സദസ്സിന്റെ പേര് പറഞ്ഞ്, നവകേരള യാത്രയുടെ പേര് പറഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഈ നാട് ചുറ്റാൻ ഇറങ്ങിയപ്പോ, ഈ നാട് കൊള്ളയടിക്കാൻ ഇറങ്ങിയപ്പോ ആ യാത്രക്കെതിരെ പ്രതിഷേധിച്ചാൽ, ആ യാത്രക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, ആ യാത്രക്കെതിരെ കറുത്ത കൊടി ഉയർത്തിയാൽ അത് ഉയർത്തുന്നവരെ, പ്രതിഷേധിക്കുന്നവരെ, പ്രതികരിക്കുന്നവരെ മുഴുവൻ മാരകമായി തല്ലിച്ചതയ്ക്കുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്, യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മാരകമായി തല്ലിച്ചതച്ചത് നമ്മൾ കണ്ടു. ഇന്നലെ KSUവിന്റെ മാർച്ച്, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പോലീസ് മാരകമായി മർദ്ദിക്കുന്നത്. ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോ ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസംഗിച്ചു നിൽക്കുമ്പോ കേരളത്തിലെ പോലീസ്, പിണറായി വിജയന്റെ പോലീസ് KPCC പ്രസിഡന്റ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജലപീരങ്കി,
അതിശക്തമായ രീതിയിൽ വെള്ളം ചീറ്റിക്കാൻ, ജലപീരങ്കി ഉപയോഗിക്കാൻ പിണറായി വിജയന്റെ നിർദ്ദേശം, ആ നിർദ്ദേശം മാനിച്ചുകൊണ്ട് പോലീസുകാർ മുന്നോട്ട് പോയി. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോ ഗ്രനേഡ് എറിഞ്ഞു പോലീസ്, ടിയർ ഗ്യാസ്, ലാത്തി കൊണ്ടും ടിയർ ഗ്യാസ് കൊണ്ടും ഗ്രനേഡ് കൊണ്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ കേരളത്തിലെ പോലീസ് ശ്രമിച്ചാൽ പിണറായി വിജയന്റെ വാക്ക് കേട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇതുപോലൊരു ഭരണം കേരളത്തിലെ ഒരു കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടില്ല. എന്തിനാണ് പോലീസ് ഇങ്ങനെ ചെയ്യുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണെങ്കിൽ എത്ര കാലം നിങ്ങൾക്ക് ഞങ്ങളെ തല്ലാൻ സാധിക്കും? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരെ മുഴുവൻ തല്ലി ഒതുക്കി, മാരകമായി മർദ്ദിച്ച്, കള്ളക്കേസെടുത്ത് ജയിലടച്ചാൽ അവസാനിക്കുമോ? വാർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. 1% പോലും ഞങ്ങൾക്ക് സംശയമില്ല. കോൺഗ്രസിന്റെ ശക്തിയെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം, സഖാവ് പിണറായിക്കറിയാം. പിണറായി വിജയൻ ദുരഭിമാനം വെടിയണം. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ, അതിശക്തമായ ജനരോഷം അണപൊട്ടി ഒഴുകുമ്പോ അതിന്റെ മുന്നിൽ നിൽക്കുന്നവരെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ പിണറായി വിജയന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ VM സുധീരനാണ് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ തിരുവനന്തപുരത്ത് നടന്നപ്പോ അതിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും ഉയർന്നു വരികയാണ്. പ്രിയപ്പെട്ട VM-നെ പോലെയുള്ള ഉത്തരവാദപ്പെട്ട സീനിയർ നേതാക്കന്മാർ ഈ കാര്യത്തിൽ പിണറായി വിജയനെതിരെ, പോലീസിനെതിരെ, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ അതിശക്തമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉണ്ടാകും. അതിന് പ്രകടമായ അടയാളമാണ് ഇവിടെ നിങ്ങൾ കണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ ശ്രീ VM സുധീരൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ജോസ്, നമ്മുടെ പ്രിയങ്കരനായ MP പ്രിയപ്പെട്ട TN പ്രതാപൻ, CPM-ന്റെയും പോലീസിന്റെയും കേരള ഭരണത്തിന്റെയും ജനാധിപത്യ വിരുദ്ധമായ തെറ്റായ ചെയ്തികൾക്കെതിരെ ശക്തമായ പ്രതികരണവുമായി പോരാട്ട വീര്യത്തോടുകൂടി മുന്നോട്ട് വന്നിട്ടുള്ള കോൺഗ്രസിന്റെ എക്കാലത്തെയും ശക്തി സ്രോതസ്സായ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് ഒരു കരിദിനമാണ്. എത്രയോ ഭരണങ്ങൾ ജനാധിപത്യ കേരളം കണ്ടിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന പിണറായി ഭരണത്തിന് സമാനമായ ഇതുപോലെ ഒരു തെറ്റായ നടപടികൾ തുടരുന്ന ഒരു ഭരണകൂടം കേരളത്തിലുണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മാർച്ച് പ്രഖ്യാപിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല ആ മാർച്ച്, മറിച്ച് സമാധാനപരമായി പ്രതിഷേധിച്ച നവകേരള സദസ്സിനെതിരെ ജനാധിപത്യപരമായി വിയോജിപ്പ് പ്രകടിപ്പിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ, അടിച്ചമർത്താൻ DYFI ക്രിമിനലുകൾ നടപടികൾ സ്വീകരിച്ചപ്പോൾ, അതിന് ശ്രമിച്ചപ്പോൾ
അവരെയൊക്കെ ജനരക്ഷകരാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവർക്ക് തുടർന്നും ഏത് അക്രമവും ഏത് ഗുണ്ടായുസവും നടത്താൻ പരിരക്ഷ ഒരുക്കുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി ചെയ്തത്. മുഖ്യമന്ത്രിയുടെ നടപടി അക്രമികളായ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പുതിയൊരു മാനം നൽകി, പുതിയൊരു പരിവേഷം നൽകി, രക്ഷക പരിവേഷം നൽകി. യഥാർത്ഥത്തിൽ അദ്ദേഹം അക്രമത്തിനുള്ള, കലാപത്തിനുള്ള പച്ചക്കൊടി വീശുകയാണ് ഉണ്ടായത്. ഒരു കാര്യം അദ്ദേഹത്തിന് നേരത്തെ മനസ്സിലായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സ് അർത്ഥശൂന്യമാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രതികരണമല്ല അതിനുണ്ടാകുന്നത്. ആ ജനസദസ്സ് കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല. നാടിന് പ്രയോജനവുമില്ല, ജനങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടാകില്ല. അതുകൊണ്ട് ജനങ്ങൾ വലിയ താമസം കൂടാതെ ജനകേരള സദസ്സിനെ, നവകേരള സദസ്സിനെ തള്ളിക്കളയും എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് നവകേരള സദസ്സിൽ നിന്നും കേരളത്തിന്റെ ശ്രദ്ധ, ജനശ്രദ്ധ, ദേശീയ ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി അക്രമ രാഷ്ട്രീയത്തിന് അനുകൂലമായി അദ്ദേഹം പച്ചക്കൊടി വീശിയത്. നമുക്കറിയാം, എത്രയോ മുഖ്യമന്ത്രിമാർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, ഭരണാധികാരികൾക്കെതിരെ കേരളത്തിൽ പ്രതിഷേധമുയർന്നിട്ടുണ്ട്, രാജ്യത്ത് പ്രതിഷേധമുയർന്നിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആദരണീയനായ പട്ടംതാണി പിള്ള സാറ് കേരള മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അദ്ദേഹം തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ കല്ലേറ് ഉണ്ടായത്. ശ്രീ കെ കരുണാകരനെതിരെ, അച്യുതമേനോനെതിരെ, EMS നമ്പൂതിരിപ്പാടിനെതിരെ, കേരളത്തിൽ കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാർക്കെതിരെ, ഭരണാധികാരികൾക്കെതിരെ എത്രയോ വിയോജിപ്പുകളും പ്രതിഷേധങ്ങളും കരിങ്കൊടികളും ഉയർന്നിരിക്കുന്നു. അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഭരണാധികാരികൾ അതിനെയൊക്കെ സമചിത്തതയോടെയാണ് കൈകാര്യം ചെയ്തത്, നോക്കിക്കണ്ടത്. അതേ സമയത്ത് കേരളത്തിലെ ജനാധിപത്യ പാരമ്പര്യത്തിന് വിരുദ്ധമായി നവകേരള സദസ്സുമായി മുന്നോട്ട് വന്ന മുഖ്യമന്ത്രിയോട് വിയോജിപ്പ് സ്വാഭാവികമാണ്. ശക്തമായ വിയോജിപ്പ് ആദ്യമേ തന്നെ, തുടക്കത്തിൽ തന്നെ പ്രകടിപ്പിച്ച എളിയ പ്രവർത്തകനാണ് ഞാൻ. അതുപോലെ ഈ നവകേരള സദസ്സ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ചിന്തിക്കുന്ന ഏവർക്കും ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്, കേരളത്തിലെ പല വകുപ്പുകളിലായി, സെക്രട്ടേറിയറ്റിലായി ഏതാണ്ട് 8 ലക്ഷത്തോളം ഫയലുകൾ തീർപ്പ് കൽപ്പിക്കാനുണ്ടെന്നാണ്. ഞാൻ കൃത്യമായ കണക്ക് പറയാം. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: 7,89,623 ഫയലുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി, വിവിധ ഓഫീസുകളിലായി കെട്ടിക്കിടക്കുന്നു തീർപ്പ് കൽപ്പിക്കാനായി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മാത്രമായി 93,014 ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, 8 ലക്ഷത്തോളം, ഏതാണ്ട് 8 ലക്ഷത്തോളം ഫയലുകൾ. 8 ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് വീണ്ടും ഫയലുകൾ സമാഹരിക്കുന്ന, ശേഖരിക്കുന്ന, വീണ്ടും പരാതികൾ ശേഖരിക്കുന്ന ഈ പൊതുസംരംഭമായി മുന്നോട്ട് വന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, അല്പമെങ്കിലും പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയും കൂട്ടരും ചെയ്യേണ്ടത് എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ 10-20 മന്ത്രിമാരുടെ പ്രത്യേകം കൗണ്ടറുകൾ സ്ഥാപിച്ചുകൊണ്ട് പരാതികൾ സ്വീകരിച്ച് മന്ത്രിമാരും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒന്നിച്ചിരുന്ന് ആ പരാതികൾക്ക് തീർപ്പ് കൽപ്പിച്ചിരുന്നെങ്കിൽ, ജനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ശ്രീ ഉമ്മൻചാണ്ടിയുടെ മാതൃക പിന്തുടർന്നിരുന്നെങ്കിൽ എത്രയോ ആശ്വാസം ഉണ്ടാകുമായിരുന്നു. അതിനു പകരം പരാതികൾ സമാഹരിക്കുന്ന തിരക്കിലാണ് അവർ ഏർപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ 8 ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുമ്പോൾ പുതിയതായി ഒരു 6 ഫയലുകൾ കൂടി, പരാതികൾ കൂടി സമാഹരിക്കുന്ന ആ
പരാതി കൂമ്പാരത്തിലേക്ക് 6-7 ലക്ഷം പരാതികൾ കൂടി എത്തിച്ചേരുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഈ നവകേരള സദസ്സ് സൃഷ്ടിച്ചത്. ഒരാൾക്ക് പോലും ഒരു പരിഹാരമില്ല. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഒന്നിനു പോലും പരിഹാരമില്ല. നമുക്കറിയാം, കർഷകർ നെല്ല് സംഭരിച്ച്, നെല്ല് വിളയിച്ച്, ആ നെല്ല് സംഭരിച്ച കർഷകരിൽ നിന്നും സംഭരിച്ച സിവിൽ സപ്ലൈസ് അവർക്ക് പണം കൊടുക്കുന്നില്ല. കർഷക ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ, സിവിൽ സപ്ലൈസിൽ ക്രിസ്മസ് പ്രമാണിച്ചു പോലും യാതൊരു വിധത്തിലുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള പലവ്യഞ്ജനങ്ങളൊന്നും ലഭ്യമല്ല. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാർത്ത കണ്ടിരുന്നു. ബഹുമാനപ്പെട്ട മേയറും ബഹുമാനപ്പെട്ട MLAയും സിവിൽ സപ്ലൈസിന്റെ ക്രിസ്മസ് മേള ചന്ത ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ സ്ത്രീകളുടെ പ്രതിഷേധം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു, നേരിടേണ്ടി വന്നു. ക്ഷേമ പെൻഷനുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഇടപെടേണ്ടി വന്നു. ക്ഷേമ പെൻഷനുകൾ ഒന്നും നൽകുന്നില്ല. KSRTC ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. രാജ്യത്തുടനീളം പ്രശ്നങ്ങൾ ഒന്നിനുമേൽ മറ്റൊന്നായി കുന്നുകൂടി കയറി വരുമ്പോൾ, നിത്യോപയോഗ സാധനങ്ങളുടെ വില ചരിത്രത്തിലില്ലാത്ത രീതിയിൽ അതിരൂക്ഷമായി വർദ്ധിക്കുമ്പോൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വ്യാപകമാകുമ്പോൾ, ആകെ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒറ്റ ഇനം, എങ്ങനെ മദ്യവ്യാപനം നടത്താം, എങ്ങനെ ലഹരി വ്യാപനം നടത്താം, എങ്ങനെ നാടിനെ സർവനാശത്തിലേക്ക് തള്ളിവിടാം, തലമുറകളെ സാമൂഹ്യ ദുരന്തത്തിലേക്ക് തള്ളിവിടാം. അതാണ് സർക്കാരിന്റെ ചിന്ത. ഇതുപോലൊരു സർക്കാർ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ തരത്തിൽ ജനങ്ങളോട് ദ്രോഹം മാത്രം ചെയ്യുന്ന ഈ ഭരണകൂടത്തിന്റെ നവകേരള യാത്ര, നവകേരള സദസ്സ് കേവലം ഒരു പാഴ്വേലയാണ്. ഞാനിന്ന് കോഴിക്കോട്ട് മാധ്യമലേഖകർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സമ്പൂർണമായ വേസ്റ്റാണ് ഈ നവകേരള യാത്ര എന്നാണ് ഞാൻ വിശേഷിപ്പിച്ചത്. ഈ രീതിയിൽ മുന്നോട്ട് പോയപ്പോഴാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കലാപമുണ്ടാക്കി അക്രമ രാഷ്ട്രീയത്തിലേക്ക് നാടിനെ തള്ളിവിട്ടുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലില്ല. ഇത് രാഷ്ട്രീയ തരത്തിലുള്ള, രാഷ്ട്രീയ രംഗത്തെ വിവിധ കക്ഷികൾ തമ്മിലുള്ള, വിവിധ മുന്നണികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാക്കി മാറ്റുക, അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് മുഖ്യമന്ത്രി ആവിഷ്കരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ്, ഞാൻ പോലീസിനോട്, കേരള പോലീസിനോട് ആദരവുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ പോലീസ്, കേരളത്തിന്റെ പോലീസ്, ശ്രീ കെ കരുണാകരൻ കൈകാര്യം ചെയ്ത പോലീസ്, ശ്രീ ആന്റണി കൈകാര്യം ചെയ്ത പോലീസ്, ശ്രീ ഉമ്മൻചാണ്ടി കൈകാര്യം ചെയ്ത പോലീസ്, ശ്രീ നയനാർ കൈകാര്യം ചെയ്ത പോലീസ്, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കൈകാര്യം ചെയ്ത പോലീസ്, ആദരണീയനായ EMS കൈകാര്യം ചെയ്ത പോലീസ്, ഈ ആ തരത്തിൽ നമ്മുടെ അഭിമാനമായിട്ടുള്ള കേരള പോലീസ് ഇന്ന് അവർ ധരിച്ചിട്ടുള്ള യൂണിഫോമിന് പോലും നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം. കേരള പോലീസിൽ ക്രിമിനലുകളുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഏതാണ്ട് 100ഓളം ക്രിമിനലുകളെ പിരിച്ചുവിട്ടു. കേരള പോലീസിലെ യൂണിഫോം ഇട്ട ക്രിമിനലുകളുടെ എണ്ണം 790 എന്ന രീതിയിലാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. കേരള പോലീസിന് ഇന്നിപ്പോ 790 പോലീസ്, അല്ലെങ്കിൽ ഏതാനും വിരലെണ്ണാവുന്ന പോലീസുകാർ മാത്രമാണ് ക്രിമിനൽ